ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും. ഭിന്നസംഖ്യയുടെ മുകളിൽ എഴുതിയിരിക്കുന്നതിനെ അംശം എന്ന് പറയും, ന്യൂമറേറ്റർ. താഴെ എഴുതിയിരിക്കുന്നതിനെ ഛേദം എന്നും പറയും, ഡിനോമിനേറ്റർ. ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് നോക്കാം. ഭിന്നസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ഡിനോമിനേറ്റേഴ്സിനെയാണ്. കാരണം ഡിനോമിനേറ്റേഴ്സിനെ അനുസരിച്ചാണ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത്. നമുക്കിനി ഭിന്നസംഖ്യകളെ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ 1/2 + 3/2. ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ നോക്കുക. ഇവിടെ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണ്. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയുള്ള ഭിന്നസംഖ്യകളെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പോലെയുള്ള ഡിനോമിനേറ്റർ ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം ജസ്റ്റ് ആഡ് ചെയ്യുക, 1 + 3. അപ്പോൾ എന്ത് കിട്ടും? 1 + 3 4 വരും. താഴത്തെ ഭാഗം അതുപോലെ തന്നെ 2, അപ്പോൾ 4/2 = എന്ത് വരും? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഒരേപോലെയുള്ള ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ അത് അതുപോലെ എഴുതുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം ജസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം കിട്ടിയ ആൻസർ ചെറുതാക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെറുതാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് 3 ഫ്രാക്ഷൻ വരുന്നുണ്ട്. 1/10, 3/10, 9/10. ഇവിടെ ആദ്യം നമ്മൾ ഡിനോമിനേറ്റേഴ്സ് നോക്കുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, 10 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് അതുപോലെ അങ്ങ് എഴുതുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം ജസ്റ്റ് ആഡ് ചെയ്യുക. 1 + 3 + 9 എത്ര കിട്ടും? 1 + 3 4, 4 + 9 13, 13/10. ഇനി ഇത് എത്ര നമ്പേഴ്സ് ഇങ്ങനെ വന്നാലും ഇങ്ങനെ തന്നെ നമ്മൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം ആഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ ചെറുതാക്കാൻ പറ്റുന്നവയാണെങ്കിൽ ചെറുതാക്കുക. ഇവിടെ 13/10 ആണ്. 13/10നെ ഇനി ചെറുതാക്കാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് സബ്ട്രാക്ഷനാണ്. നമ്മൾ അഡീഷനിൽ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. അഡീഷനിൽ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ഷനിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. 5/3 - 2/3. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, അത് അതുപോലെ എഴുതുന്നു. അതിനുശേഷം മുകളിലത്തെ ഭാഗം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 5 - 2 എത്രയാണ്? 3 വരും. അപ്പോൾ 3/3. 3/3 എത്രയാണ്? 1 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. 8/10 - 3/10 - 2/10. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, അപ്പോൾ അത് അതുപോലെ എഴുതുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം സബ്ട്രാക്ട് ചെയ്യുക. 8 - 3 - 2 എന്ത് വരും? 8 - 3 5, 5 - 2 3, 3/10. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും ഒരുമിച്ച് വരുന്നത്. 7/5 + 1/5 - 2/5. ഇവിടെയും നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ എന്താണ് ഡിനോമിനേറ്റേഴ്സ് നോക്കുക. ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്, അപ്പോൾ അത് അതുപോലെ എഴുതാം. അതിനുശേഷം മുകളിലേത്തത് തമ്മിൽ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാം. എങ്ങനെ എഴുതാം? 7 + 1 - 2. 7 + 1 8, 8 - 2 6, അങ്ങനെ 6/5. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയുള്ള ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണെന്ന് നോക്കാം. 1/2 + 3/5. വ്യത്യസ്തമായ ഡിനോമിനേറ്റേഴ്സ് ഉള്ള രണ്ട് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുക. 2 × 5. അതിനുശേഷം
ന്യൂമറേറ്റർ വരുന്ന ഭാഗത്താണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 1 അല്ലെങ്കിൽ 1 × 5 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിനുശേഷം അതിൻ്റെ ചിഹ്നം ഇടാം, പ്ലസ്. അതിനുശേഷം രണ്ടാമത്തെ ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററും ഒന്നാമത്തെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 2 × 3 അല്ലെങ്കിൽ 3 × 2 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിനുശേഷം ഇത് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 × 1 5 പ്ലസ് 2 × 3 6 വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 × 5 10. ഇനി 5 + 6 11 വരും. ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 11/10. ഒന്നുകൂടി നോക്കാം. ആദ്യം തന്നെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 2 × 5. അതിനുശേഷം മുകളിലത്തെ ഭാഗം, അതായത് അംശം വരുന്ന ഭാഗത്താണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും തമ്മിൽ ഗുണിക്കുക. ഇവിടെ 1 × 5 അല്ലെങ്കിൽ 5 × 1. അതിനുശേഷം ആ ചിഹ്നമിടുക, പ്ലസ്. എന്നിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും തമ്മിൽ ഗുണിക്കുക. 2 × 3. അതിനുശേഷം ഇത് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും? 5 × 1 5 പ്ലസ് 2 × 3 6 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 + 6 11 ഡിവൈഡഡ് ബൈ 10. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ പ്ലസിന് പകരം മൈനസ് ആണെന്ന് മാത്രം. 4/7 മൈനസ് 1/2 എങ്ങനെ ചെയ്യാം? ആദ്യം ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുക. 7 × 2. അതിനുശേഷം അംശത്തിൻ്റെ ഭാഗത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എങ്ങനെ കിട്ടും? 2 × 4 മൈനസ് 7 × 1. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുക. 2 × 4 8 മൈനസ് 7 × 1 7 ഡിവൈഡഡ് ബൈ 2 × 7 എത്ര വരും? 14. ഇനി 8 - 7 1 കിട്ടും, ഡിവൈഡഡ് ബൈ 14. അപ്പോൾ 1/14. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, 3 ഫ്രാക്ഷൻ ഉണ്ട്. ഇനി 3 ആയാലും 3-ൽ കൂടുതലായാലും ഇനി പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 3/2 പ്ലസ് 1/4 മൈനസ് 2/8. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. 2 ഫ്രാക്ഷൻ എടുത്തപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ചെറിയ നമ്പേഴ്സൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. എങ്ങനെ? ആദ്യത്തെ 2 ഫ്രാക്ഷൻസും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കിട്ടുന്ന ആൻസർ മൂന്നാമത്തെ ഫ്രാക്ഷൻ്റെ കൂടെ അതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് വലിയ സംഖ്യയൊക്കെ വരുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഈ ഡിനോമിനേറ്റേഴ്സിനെയൊക്കെ ഒരേപോലെയുള്ളതാക്കി മാറ്റണം. അതെങ്ങനെ ഒരേപോലെയുള്ളതാക്കി മാറ്റുക? ഒന്നുകിൽ ഡിനോമിനേറ്റേഴ്സിൻ്റെ ഒക്കെ LCM എടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഏതൊക്കെയാണ് ഡിനോമിനേറ്റേഴ്സ് വരുന്നത്? 2 4 8. ഇവിടുത്തെ വലിയ നമ്പർ 8 ആണ്. ഇനി ബാക്കി 2 നമ്പർ, അതായത് 2ഉം 4ഉം, ഈ 2നെയും 4നെയും നമുക്ക് 8 ആക്കാൻ പറ്റുമോ നോക്കണം. 8 ആക്കാൻ പറ്റുമല്ലോ. ഏതെങ്കിലും നമ്പർ വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ 2ഉം 4ഉം 8 ആകുമോ? ആകും. ഏത് നമ്പർ വെച്ച് ഗുണിച്ചാൽ 2ഉം 4ഉം 8 ആകും? 2നെ 4 വെച്ച് ഗുണിച്ചാൽ 8 ആകും. അതുപോലെ 4നെ 2 വെച്ച് ഗുണിച്ചാൽ 8 ആകും. അതായത് ഡിനോമിനേറ്റേഴ്സിനെ ഒരേപോലെയുള്ള നമ്പറാക്കി മാറ്റുന്നു. അതിനുവേണ്ടി ഇവിടെ തന്നിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് 2 4 8 ആണ്. ഇവയെ 8 ആക്കി മാറ്റാൻ പറ്റും. ആദ്യത്തെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിനെ, അതായത് 2നെ 4 വെച്ച് ഗുണിച്ചാൽ 8 ആകും.
രണ്ടാമത്തെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിനെ, അതായത് 4നെ 2 വെച്ച് ഗുണിച്ചാലും 8 ആകും. അപ്പോൾ 3 ഡിനോമിനേറ്റേഴ്സും 8 മാറും. ഇനി ഡിനോമിനേറ്ററിൽ എന്താണോ ചെയ്തത്, ഛേദത്തിൽ എന്താണോ ചെയ്തത്, അത് അതുപോലെ അംശത്തിലും ചെയ്യണം. ഇവിടെ ആദ്യത്തെ ഫ്രാക്ഷനിലെ ഛേദത്തിനെ, അതായത് 2നെ 4 വെച്ച് ഗുണിച്ചു. അതുപോലെ അതിൻ്റെ അംശത്തെയും 4 വെച്ച് ഗുണിക്കണം. 3 × 4. രണ്ടാമത്തെ ഫ്രാക്ഷനിലും അതുപോലെ ചെയ്യുക. 4 × 2. ഇനി 2നെ അംശം കൊണ്ടും ഗുണിക്കുക. 1 × 2 മൈനസ് മൂന്നാമത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതുക. നമ്മൾ താഴെ ഒന്നും ഗുണിച്ചില്ല. അപ്പോൾ മൂന്നാമത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതുക. 2/8. ഇനി എന്ത് വരും? താഴത്തതെല്ലാം 8 ആകും. മുകളിലേത്തത് 3 × 4 12, 1 × 2 2 2. അതായത് 12/8 പ്ലസ് 2/8 മൈനസ് 2/8. ഇനി നമുക്കിത് സാധാരണ ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാം. ഇവിടെ പ്ലസ് 2/8ഉം മൈനസ് 2/8 ഉണ്ട്. അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോവല്ലോ. അതായത് 2/8 മൈനസ് 2/8. അപ്പോൾ ഇത് 0 ആയി പോകും. പിന്നെ എന്തുണ്ടാകും? 12/8. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 12/8. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 1/3 പ്ലസ് 2/6 പ്ലസ് 3/10. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഡിനോമിനേറ്റേഴ്സിനെ എല്ലാം ഒരേപോലെയുള്ളതാക്കാം. ഇവിടെ നോക്കൂ, ഏതാ വലിയ ഡിനോമിനേറ്റർ? 10, 10. അപ്പോൾ ബാക്കി 2 ഡിനോമിനേറ്റേഴ്സിനെയും 10 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുമോ? 3നെ ഏതെങ്കിലും വെച്ച് ഗുണിച്ചാൽ 10 ആകുമോ? 6നെ ഏതെങ്കിലും വെച്ച് ഗുണിച്ചാൽ 10 ആകുമോ? ഇല്ല അല്ലേ? 3നെ ഏത് വെച്ച് ഗുണിച്ചാലും 10 ആകില്ല. അതുപോലെ 6നെ ഏത് വെച്ച് ഗുണിച്ചാലും 10 ആകില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ LCM എടുത്ത് നോക്കാം. ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ 30 കിട്ടും. ഇനി ഈ 3 ഡിനോമിനേറ്റേഴ്സിനെയും 30 ആക്കണം. എങ്ങനെയാക്കാം? ആദ്യത്തെ ഡിനോമിനേറ്ററായ 3നെ 10 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഡിനോമിനേറ്ററായ 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. മൂന്നാമത്തെ ഡിനോമിനേറ്ററായ 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. ഇനി ഇവിടെ ചെയ്തതെല്ലാം ന്യൂമറേറ്ററിലും ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 1 × 10/3 × 10 പ്ലസ് 2 × 5/6 × 5 പ്ലസ് 3 × 3/10 × 3. ഇനി എന്ത് കിട്ടും? 10/30 പ്ലസ് 10/30 പ്ലസ് 9/30. ഇനി എങ്ങനെ എഴുതാം? നമുക്കിവിടെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം ആയി 30 ആയി. നമുക്ക് നേരെ ആഡ് ചെയ്യാം. എന്ത് വരും? 10 + 10 + 9 / 30. എത്ര കിട്ടും? 10 + 10 20, 20 + 9 29, 29 / 30. അപ്പോൾ ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. താങ്ക് യു.